അതിലെ എനിക്ക് ഞങ്ങൾ റോഡുമ്മല പറയും ഞങ്ങളോട് അഗ്രികൾച്ചർ രണ്ടാളോട് നല്ലേ നാട്ടിന്ന് പറഞ്ഞേ. അല്ലല്ല, സുഹൈബിനോട് ചോദിച്ചു നോക്കിയാൽ രണ്ടാക്കും അഗ്രികൾച്ചറും ബ്രെഡ് ഫാക്ടറിയും ആണ് പറഞ്ഞത്. അഗ്രികൾച്ചറിൽ രണ്ടാൾക്ക് വേണോന്നാണ് പറഞ്ഞത്. പോവാൻ താല്പര്യമുണ്ട്. നമ്മളോട് നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേട്ടാ. ഇപ്പൊ വേറൊരാൾക്ക് ഏടാള് ഞങ്ങൾ രണ്ടാൾക്കും കൂടി ഒരുമിച്ച് സ്ഥലത്ത് തന്നെ വേണം എന്തായാലും. അത് നിങ്ങൾക്ക് നാട്ടിന്ന് പറഞ്ഞുകൂടെ എങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ സീന് വരികയെങ്കിൽ? നിങ്ങളിപ്പോ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ ഏതിലേക്ക് ഒഴിവുള്ളത്? ഇപ്പൊ ഏതാ ഒഴിവുള്ളത്? റെസ്റ്റോറന്റിൽ എന്ത്? ഡിഷ് വേണ്ട, നമ്മളോട് നാട്ടിൽ നിന്ന് ലിസ്റ്റിലേ അല്ലാത്ത സംഭവം ഡിഷ് വാഷ്. അഗ്രികൾച്ചറിൽ രണ്ടാളാകുമ്പോ മതി. ഞങ്ങൾക്ക് ഏട്ടാ ഞങ്ങളോട് പറഞ്ഞില്ലേ, രണ്ടാൾക്കുള്ളോടത്ത് മതി എന്ന് പറഞ്ഞില്ലേ? ഡിഷ് വാഷിങ് അല്ലാണ്ട് വേറെ ഏതാ രണ്ടാൾക്കുള്ളത്? രണ്ടാൾക്കുള്ളത് ഇപ്പൊ അക്കോമഡേഷൻ കമ്പനിയാണ് നമ്മൾക്ക് തരുന്നത്. നാട്ടിൽ അങ്ങനെയല്ല പറഞ്ഞേ. നാട്ടിൽ നിങ്ങൾ പറഞ്ഞ വാക്കാ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ല. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാണ് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് ശരിയാക്കി തരാണ്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ പോരെ, നമ്മളിങ്ങനെ മെനക്കെടൂലല്ലോ നിങ്ങളെ ബുദ്ധിമുട്ടില്ല. അതിപ്പോ അത് ഞങ്ങളെ വിഷയമല്ലല്ലോ. നിങ്ങൾ ശ്രമിക്കായിട്ടല്ലേ. ഞങ്ങൾ ഇവിടെ 25-ാം തീയതി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പറയും അക്കോമഡേഷൻ ഒക്കെ വേറെ വേറെ സ്ഥലത്തായി പോവാ, അത് ശരിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ആണ്. ആ ഹലോ. ഏതാ? ഏത് ഓഫീസിലാ? ക്ലിയർ ആവുന്നില്ല. എങ്ങനെ ഒരാളെ അവിടെ കണ്ടില്ല. ഞങ്ങൾ വരുമ്പോൾ മുമ്പ് ഒരാടെ ഉണ്ടാവില്ല. ഫുഡ് വന്നിട്ട് എല്ലാം പോരാ, അവിടെ റൂമിൽ വെച്ച് പോരാ. ഈ പാസ്പോർട്ട് കോപ്പി അല്ലേ വേണ്ടി? അതെ, ഞങ്ങക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞത് രണ്ടാൾക്ക് ഒരുമിച്ച് ജോലി തരാന്നാണ്. അല്ലാണ്ട് രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്തായി അക്കോമഡേഷനും കാര്യങ്ങളൊന്നും ഞങ്ങൾ റെഡി ആവില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഷെയർ ഇട്ട് പൈസ എടുത്തും കാര്യങ്ങളും ചെയ്തത്, സാധനങ്ങളും വാങ്ങിച്ചതും ഒക്കെ ഷെയർ ഇട്ട് വാങ്ങിച്ചതാണ്. ഇപ്പൊ രണ്ട് സ്ഥലത്തേക്ക് പോയി ഞങ്ങൾ രണ്ട് സെപ്പറേറ്റ് ആവില്ലേ? ഞങ്ങൾക്ക് ആകെ ഒരു കുക്കറും അങ്ങനത്തെ സാധനമൊക്കെ ഒന്നാ കൊണ്ടുപോകുന്നത് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ അങ്ങനെ രണ്ട് സ്ഥലത്തായാൽ നമ്മൾ ശരിയാവില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും സാധനങ്ങൾ വേറെ വാങ്ങാൻ വെക്കണം. ആ വിശ്വാസി നമ്മളോട് പറയാത്ത പറഞ്ഞു കേട്ടോ.
ഡിഷ് വാഷ് അല്ലാത്ത രണ്ടാൾക്ക് പറ്റുന്ന ഞങ്ങളോട് അഗ്രികൾച്ചറൊക്കെ പറഞ്ഞു. അഗ്രികൾച്ചർ അതേപോലെ തന്നെ ഫാം. ഞാൻ ചോദിക്കുന്നത് പാസ്പോർട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, അക്ഷയ് നല്ല പേര്. ആ അക്ഷയൻ്റെ അഭിയുണ്ട്. അക്ഷയുടെ അടുത്ത് തിങ്കളാഴ്ച രാത്രി വിളിച്ചത് ഓർമ്മ ഉണ്ടോ? ഓക്കെ, അപ്പം തന്നെ കൊടുക്കുക. അന്ന് നമ്മൾ ഇങ്ങനല്ല സംസാരിച്ചത്. അന്ന് നിങ്ങളിപ്പോൾ റീഫണ്ടിനെ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞാ. ഇല്ലല്ല, ഇപ്പം ലാസ്റ്റ് നമ്മൾ സംസാരിച്ച അങ്ങനെയാണ്. പിന്നെ ഈ നിങ്ങൾ വിളിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ നേരെ ഇത് മാറി. പിന്നെ ഇവിടെ തന്നെ ജോലി ചെയ്യാന്നുള്ള ഇതിലെത്തി. അത് ഞങ്ങൾ കൊടുത്തോളാം. അല്ല, നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നേ. നിങ്ങൾ പിന്നെ വിളിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞെന്താ, ഞാൻ അവളോട് പറയാൻ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് ഇത് രണ്ടും വന്നിട്ട് ഞാൻ അവളോട് പറയാം. നാളെ സംസാരിച്ചോന്നാണ് ഞാൻ പറഞ്ഞത്. മൂപ്പര് വിമലേട്ടൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇങ്ങനെ ആട്ടും കൂട്ടും പറയാണ്. പക്ഷെ ഓക്കെ, ഞങ്ങളോട് പറഞ്ഞ പണി തന്നെ തന്നാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പാസ്പോർട്ട് കൊടുക്കും. കൊടുക്കാം. കഴിഞ്ഞ ആഴ്ച തൊട്ട് പറയുന്നതാണ്. കഴിഞ്ഞ ആഴ്ച അല്ല, 2 ദിവസമായിട്ട് കണ്ടോ. അതൊക്കെ ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. ഈ പാസ്പോർട്ട് കൊടുത്താൽ അന്ന് കിട്ടും ബ്രോ. പാസ്പോർട്ട് കൊടുത്താലേ എന്നത്തേക്ക് കിട്ടും? അല്ല, അപ്പൊ നമ്മളിന്ന് കൊടുത്താൽ ഏകദേശം എത്ര ദിവസം എടുക്കും പ്രോസസ്? പാസ്പോർട്ട് തിരിച്ച് കഴിക്കും. നാളെ പോയി അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നാളെ പോയി ടോക്കൺ കിട്ടിയെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് പോയി സാധനം മേടിക്കാം. അല്ലെങ്കിൽ പിന്നെ മറ്റന്നാളാവും കിട്ടുക. അപ്പൊ ഒന്ന് കൊടുത്താൽ നാളെ തന്നെ അപ്പൊ പാസ്പോർട്ട് കൈ കിട്ടൂലേ? പാസ്പോർട്ടിന്റെ അതിനോട് പേടിയുണ്ട്, അതങ്ങാട്ടോ. പാസ്പോർട്ട് ഞാൻ ഇന്ന് ആളെ കൈ കൊടുത്താക്കി നാളെ തന്നെ പാസ്പോർട്ട് തിരിച്ചു കിട്ടൂലെന്ന് ചോദിക്കുക. നാളെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് സോഷ്യൽ കാർഡിന് പോകുമ്പോൾ നിങ്ങളെ കയ്യിൽ തരും. അവിടുന്ന് സോഷ്യൽ കാർഡ് അതിന് ശേഷം മാത്രം നിങ്ങൾ കയ്യിൽ സാധനം തിരിച്ചു തരും. നാളെ കിട്ടുമെങ്കിൽ നാളെ തന്നെ തിരിച്ചു തരും. നിങ്ങൾ മറ്റന്നാളോ അവര് തരും. ഓക്കെ. നമുക്ക് ഈ സാധനം കയ്യിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എടുത്ത് വെച്ചു. അല്ല, ചോദിച്ച പാസ്പോർട്ടിന് അതിനോട് അതിൻ്റെ ഒരു ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ അതിനോടുള്ള വിചാരിച്ചത്. ഞങ്ങൾ ഇത് തന്നെ റെഡി ആയി നന്നായി. അപ്പേടിയല്ല, പാസ്പോർട്ട് ആണല്ലോ. എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നമുക്ക് കയറി വരാൻ പറ്റാത്ത ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സ്ഥലത്തേക്കും ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അവരുടെ കൂടെ പൊക്കോ. അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞാൽ മതി, ഞങ്ങളും കൂടെ വരാം ട്രാൻസ്ലേഷൻ ചെയ്യും. എന്നിട്ട് പോവുക, പാസ്പോർട്ട് കൊടുക്കുക, ട്രാൻസ്ലേഷൻ കഴിഞ്ഞാൽ മേടിക്കുക. കഴിഞ്ഞ ടോക്കൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കൂടെ പോവുക. എന്നിട്ട് സോഷ്യൽ കാർഡിന് അവിടെ നിൽക്കുക, കാർഡ് മേടിക്കുക. ജോലിന്റെ എങ്ങനെ? അതേ പോയി വന്നോട്ടെ. ജോലിന്റെ വിമൽ ബ്രോ ഇപ്പൊ ഉറപ്പ് പറഞ്ഞ നാളത്തേക്ക് ഓക്കെയാന്ന് പറഞ്ഞ ഇപ്പൊ പറയുന്നത് ഒരാൾക്കേ ഉള്ളൂ. അഗ്രികൾച്ചറിൻ്റെതായും വേണ്ടത്, അതാണ് പറയുന്നത്. അഗ്രികൾച്ചറിൻ്റെതായും വേണ്ടത് ജോലി. അത് വലിയ കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ടാകും വേണ്ടത്. അപ്പോൾ ഒരാൾക്കുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നു, അങ്ങനത്തെ 2 റൂമിലൊക്കെ ആയി പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് കുക്കറും അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിയിട്ട് സ്റ്റൗവൊക്കെ വാങ്ങിയിട്ട് ഒക്കെ ഒന്നാണുള്ളത്. അത്രേ ഉള്ളൂ. പാസ്പോർട്ടിന്റെ രാവിലെ പോവാന്നല്ലേ പറഞ്ഞങ്ങള്? ഓക്കെ. നല്ല കോമഡി അല്ലേ? ചിരിക്കി. ഞാൻ മനസ്സിലായിട്ടല്ല. പാസ്പോർട്ട് ഇപ്പൊ കൊടുക്കണേ കൊടുക്കുക. പാസ്പോർട്ട് കൊടുക്കുന്നതിൽ ഒരു പേടി ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ കൊടുത്തോളാം. അല്ല കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ വിശ്വസിക്കും. നമ്മളിപ്പോ ഇത്രയും ആയില്ലേ.
ഇപ്പൊ പോയിട്ട് അവന്റെ അടുത്ത് പറയാം, ചേട്ടാ കാലത്ത് പോകുമ്പോ എന്നെ വിളിക്കാൻ പറയാം, പാസ്പോർട്ടായിട്ട് നിങ്ങൾ പോവാ. ആ അല്ല ചേട്ടാ, കാർഡ് എടുക്കാൻ പറ്റും. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു എന്നാ ഓരോ കൂടെ നിങ്ങൾ പോയാൽ മതി പറഞ്ഞു. അതിനോടാ ചോദിച്ചപ്പോ പിന്നെയും കൊടുക്കണോന്ന് ചോദിച്ചതാ. എടാ ഞാനത് പറയാൻ കാരണം വേറെ ഒന്നല്ല, നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് തരണോണ്ട് നിങ്ങൾക്ക് നല്ല പേടിയുണ്ട് അല്ലേ? ഞങ്ങളവിടെ പാസ്പോർട്ട് നിങ്ങളെന്ന് വെയിറ്റ് നിങ്ങളവിടെ നിർത്താൻ ശ്രമിക്കും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ട്. പാസ്പോർട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്ക് കയറാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ആ പേടിയുള്ളത് കൊണ്ടാണ്. പാസ്പോർട്ട് പോയി കഴിഞ്ഞാൽ എംബസി പോവാ, എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, നാട്ടിൽ തിരിച്ചു പോകണമെന്നുണ്ട ഡ്യൂപ്ലിക്കേറ്റ് എമർജൻസി പാസ്പോർട്ട് ഒരു പ്രോസസ്സും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടായാൽ മതി, പാസ്പോർട്ട് എംബസിയിലേക്ക് ഇതറിയാൻ പറ്റും ഏതിലായിട്ടാണെന്നുണ്ടെങ്കിൽ. അല്ലാണ്ട് ഇവിടെ പാസ്പോർട്ട് എടുത്ത് വെച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടാൻ. നമുക്ക് ഇതിനെ പറ്റി അറിയായിട്ടാണ് ഞാൻ അവന്റെ കൊടുത്തോളാം, പ്രശ്നമില്ലേ. നിങ്ങൾ നാളെ പോക്കോ, കുഴപ്പമില്ല. ഞാൻ ഫോനോട് പോയി പറഞ്ഞാ പോരെ, രാവിലെ പോകുമ്പോ വിളിക്കാൻ പറഞ്ഞാ പോരെ. മതി മതി. ഓക്കെ പരിപാടി കഴിഞ്ഞ പാസ്പോർട്ട് നിങ്ങൾ ട്രാൻസ്ലേഷൻ ഓക്കെ. ഞാൻ നിങ്ങൾ പൊട്ടന്മാരാണോ? ഞാൻ ഞങ്ങളോട് നാട്ടിൽ നിന്ന് പറഞ്ഞത് എന്താ നിങ്ങള്? നിങ്ങൾക്ക് അങ്ങനെയാണെ ആടുന്ന് നിങ്ങൾ പൊട്ടനായി ആടുന്ന് തൊള്ളറന്ന് പറഞ്ഞുകൂടായോ? ആടുന്ന് തൊള്ളറന്ന് പറഞ്ഞൂടെ? രണ്ടാൾക്കും ഒരുമിച്ച് കിട്ടൂല, എങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് പറയാലോ. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല മൂപ്പര് അങ്ങനത്തെ വർത്താൻ പറയുന്നോട് ചോദിച്ചേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. ഞാൻ ഓക്കെ. പാസ്പോർട്ടിന്റെ അല്ല ബോസേ പറഞ്ഞ, ഞാൻ ഇപ്പൊ പണീൻ്റെതാ പറഞ്ഞത്. പാസ്പോർട്ടിന്റെ നിങ്ങൾക്ക് അത്ര ഉറപ്പാണ് നമ്മൾ കൊടുത്തോളാം. അല്ല ഇത്രയും വിശ്വസിച്ച് ഇത്രയും പൈസ തന്നത് അയക്കില്ല, ഇനിയിപ്പോ പാസ്പോർട്ടിന് എന്തെങ്കിലും നോക്കാം. അതിപ്പോ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പോണേ? അല്ല ഞങ്ങളില്ലെങ്കിലും ഇപ്പൊ മൂപ്പര് ഇതിന് വേണ്ടി പോകണ്ടേ? പാസ്പോർട്ട് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ല ഇപ്പൊ ഇതിപ്പോ ഞങ്ങളില്ലെങ്കിലും ഇതേ സെയിം പ്രോസസ്സ് നടക്കാൻ മൂപ്പരും ആണെങ്കിലും വണ്ടിക്കൂലി കൊടുത്ത് തന്നെ പോകണ്ടേ? പലയിടത്തും പോണതാണ്, അതിനിടയിൽ കൂടി ഈ ഒരു കാര്യം കൂടി കൊടുക്കാന്നല്ല. നിങ്ങളായിട്ട് പോകുമ്പോ നിങ്ങളും കൂടി കൊണ്ടുപോകണം. ഒറ്റക്കല്ലല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒറ്റക്കല്ലേ പോണെന്നുള്ളത്. ഓക്കെ ബ്രോ, ഞങ്ങൾ കാര്യം ചെയ്യാം, ഞങ്ങൾ എന്തായാലും പാസ്പോർട്ട് കൊടുക്കാം, ആളെ തന്നെ കൊടുത്തോളാം. വേണ്ട, നിങ്ങള് അവരായിട്ട് പോയിട്ട് ചെയ്താൽ മതി. അതിനോട് പറഞ്ഞാൽ കുഴപ്പമില്ല, ടാക്സി വരാൻ കൊടുത്തോളൂ. ഓക്കെ പറഞ്ഞാൽ മതി, ടാക്സി വരാൻ കൊടുക്കും. അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പോയി പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് നിങ്ങൾ എന്നെ കയ്യിൽ മേടിച്ചാൽ സോഷ്യൽ കാർഡിന്. അപ്പൊ കാർഡിന് പോയി നിൽക്കുക, കാർഡ് മേടിക്കാം. ജോലിയിലെ പിന്നെ അത് കഴിഞ്ഞിട്ടാണോ? ഹലോ, ഇത് പാസ്പോർട്ടിന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജോലിയുടെ കഴിഞ്ഞിട്ട് അല്ല വിമലേട്ടൻ ഇതൊന്നും ബുദ്ധിമുട്ട് നിൽക്കാം. ഏതാ വേണ്ടി നിങ്ങൾ പറഞ്ഞു? അല്ല വിമലേട്ടൻ നാളത്തേക്ക് ഉറപ്പ് പറഞ്ഞിങ്ങനെ, അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാ. ആദ്യം നിങ്ങൾ ഇത് കൊടുത്തിട്ട് ഓക്കെ ഏതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവനറിയും. ഓക്കെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞോളാം. പരാതി പറയാൻ പാടില്ല. ഇനിയിപ്പോ നമ്മൾ ജോലിയാക്കിയതൊന്നും പരാതി പറയാൻ പാടില്ല. എല്ലാം സർട്ടിഫിക്കറ്റ് നമ്മൾ ജോലിയാക്കിയതൊന്നും അങ്ങനെ പറയല്ലേ. അല്ല വിമലേട്ടാ, ഞങ്ങക്ക് രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ജോലി ആക്കിയാന്ന് പറയണ, അല്ലാണ്ട് രണ്ട് സ്ഥലത്ത് ആക്കിയാന്നല്ല പറഞ്ഞേ. നിങ്ങളെ ജോലിക്ക് കയറ്റാണ്. ഇനിയിപ്പോ നമ്മൾ നീ നേരത്തെ പറഞ്ഞു നമ്മളെ ഞാൻ ജോലിക്ക് കയറ്റില്ലാന്ന്. നാളെ തൊട്ട് നിങ്ങളെ ജോലിക്ക്, അപ്പൊ നാളെ തൊട്ട് നീ ഷോട്ടിൽ കണ്ട കഴിഞ്ഞാൽ ജോലിക്ക് കയറ്റാണ്. വലിയ പരിപാടി കഴിഞ്ഞില്ലേ? ഇപ്പൊ ഇന്നലെ വിളിച്ച് പറഞ്ഞു, ഞങ്ങള് വീട്ടിൽ നിന്ന് വിളിച്ച് നോക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ചേരത്തെ വിളിച്ച് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ നാളെ ജോലിക്ക് കയറ്റണം. അപ്പൊ പരിപാടി കഴിഞ്ഞില്ലേ? അതാ പറഞ്ഞത്. നേരത്തെ വിളിച്ച് പറഞ്ഞു വീട്ടുകാരോട് ചോദിക്കിയ കാര്യമാണ്. അപ്പൊ നാളെ കൂടി പരിപാടി കഴിഞ്ഞിട്ട് പോയിട്ട് പറയാം. നിങ്ങളെ വിളിക്കാൻ പറയാം. ഞാൻ റൂമിലെത്തിയിട്ട് ഇതിനോട്ടന്നെ മെസ്സേജ് അയച്ചോളാം പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളിപ്പോ എവിടെ? ഞങ്ങളിപ്പോ പുറത്തേക്ക് വന്നേ, അങ്ങോട്ട് പോവാ. അത് കഴിഞ്ഞ് അവന്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മെസ്സേജ് അയക്കും. ഓക്കെ.